വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ബിനാമി വായ്പകൾ പലരുടെ പേരിനുള്ള വായ്പകൾ എടുത്തിട്ടുള്ളതായിട്ടാണ് അന്വേഷണ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ 6 ഗഹാനുകളിലായി 77 ലക്ഷം രൂപ എടുത്തതായും കാണുന്നു. അത് ഏത് ഗഹാന്, ഏത് ലോണിനാണ്, ഏത് MDS ലോണിനാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ സംഘം ജീവനക്കാർ തയ്യാറുമായിരുന്നില്ല. മോഹനകുമാറിന്റെ ഭാര്യ സഹോദരനായ സതീഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വെച്ച് 46 ലോണുകളിലായി 2,41,50,000 രൂപയും ഒപ്പം ഏതിന് എന്തിന് എന്ന് വ്യക്തമാകാതെ 40 ലക്ഷം രൂപയുടെ 5 ഗഹാനുകളും പതിച്ചിട്ടുണ്ട്. ഈ സതീഷ് കുമാറിന്റെ വസ്തു ഈടുവെച്ച് വായ്പ എടുത്തവരിൽ മോഹനകുമാറിന്റെ മകളുടെയും മോഹനകുമാറിന്റെ ഭാര്യയുടെയും പേരിൽ കാണുന്നു. അങ്ങനെയുള്ള ലോണുകളും അതിൽ കാണുന്നുണ്ട്. 21 ലക്ഷം രൂപ മോഹനകുമാറിന്റെ മകളുടെ പേരിലും 5 ലക്ഷം രൂപ മോഹനകുമാറിന്റെ ഭാര്യയുടെ പേരിലും സതീഷ് കുമാറിന്റെ സ്വത്ത് ഈടുവെച്ച് എടുത്തതായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ തെളിവ് സഹിതമാണത് കാണിച്ചിട്ടുള്ളത്. മോഹനകുമാറിന്റെ സഹോദരൻ ജയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആ സംഘത്തിന്റെ സെക്രട്ടറിയും ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന മോഹനകുമാറിന്റെ സഹോദരനും കൂടി ചേർന്ന് 25 ലോണുകളിലായി 1,33 ലക്ഷം രൂപയുടെയും ഏതിനെന്നറിയാതെ 50 ലക്ഷത്തിന്റെയും ഗഹാനുകൾ അവിടെ പതിച്ചിട്ടുള്ളതായിട്ട് കാണുകയാണ്. ഈ ജയചന്ദ്രന്റെയും രാഖിയുടെയും പേരിലുള്ള അനധികൃത സ്വത്തിടപാടുകളും മറ്റുമൊക്കെ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെതായ ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹം തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ടുകളോ പാസ്ബുക്കുകളോ ഒക്കെ പരിശോധിച്ചാൽ വ്യക്തമാകും. പാസ്ബുക്ക് ഒരാളിന് ഒന്നിലധികം SB അക്കൗണ്ടുകളാണ് അവിടെയുള്ളത്. ആ SB അക്കൗണ്ടുകളിൽ വലിയ എമൗണ്ടുകൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള SB അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ തന്നെ ആ സംഘത്തിൽ ഞെട്ടിപ്പിക്കുന്ന തിരിമറി നടന്നതായിട്ട് വ്യക്തമാണ്. മോഹനകുമാറിന്റെ SB അക്കൗണ്ടുകൾ പരിശോധിച്ചാലും മോഹനകുമാറിന്റെ ഡ്രൈവറായിരുന്ന വ്യക്തിയുടേതായാലും മോഹനകുമാറിന്റെ മാനേജർ എന്ന് അവകാശപ്പെട്ട് നടന്ന വ്യക്തിയുടേതായാലും ഒക്കെ അക്കൗണ്ടുകൾ അവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ, SB അക്കൗണ്ടുകൾ അവിടെ ഉണ്ട്, അത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സംഘത്തിൽ നടന്നിട്ടുള്ളതായ കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ വ്യക്തമാണ്. ഈ സ്ഥാപനത്തിലെ 19 സ്ഥിരം 19 സ്ഥിരം ജീവനക്കാരും 14 താൽക്കാലിക ജീവനക്കാരും ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ ഏതൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ഞങ്ങൾ കണ്ടുവരുന്നത് വെറും 4 ജീവനക്കാരെ മാത്രമാണ്. ആ 4 ജീവനക്കാരെ കൂടി സംഘത്തിൽ നിന്ന് അകറ്റി മാനസികമായി പീഡിപ്പിച്ച് തളർത്തി അവരെ സംഘത്തിൽ നിന്ന് മാറ്റി നിർത്തി സംഘം അടച്ചിടുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നമ്മൾ അവിടെ ആ സംഘത്തിൽ കണ്ടുവരുന്നത്. പ്രാദേശിക നേതാക്കൾ, ചില ഒരു പ്രത്യേക പ്രസ്ഥാനത്തിന്റെ പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ ജില്ലാ നേതാവിന്റെ അറിവോടുകൂടി എന്നൊക്കെയാണ് വ്യക്തമാകുന്നത്. ചാനലുകളിലും പത്രവാർത്തകളിലും ഒക്കെ കണ്ടിട്ടുള്ള നെടുമങ്ങാടുള്ള ഒരു ഉന്നതനായ രാഷ്ട്രീയക്കാരന്റെ പ്രേരണയാലാണ് ഇത്തരം തിരിമറികൾ നടന്നിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും മോഹനകുമാർ നിക്ഷേപകരായ ഞങ്ങളെ ചതിച്ചു, മോഹനകുമാറിനെ കൂടെ നിന്നവർ ചതിച്ചു. അദ്ദേഹം ആത്മഹത്യയിലേക്ക് നീങ്ങി. അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് മുതിരാതിരുന്ന, കൂടെ നിന്ന, കട്ടുതിന്ന കുറേ ആൾക്കാർ എന്തായാലും ഇപ്പോൾ സംഘത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും ഞങ്ങളുടെ ആത്മഹത്യയിലേക്ക് വഴിതെളിക്കും, ഞങ്ങൾ നിക്ഷേപകരുടെ ആത്മഹത്യയിലേക്ക് വഴിതെളിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്ര പരിതാപകരമാണ് ഞങ്ങളുടെ അവസ്ഥ. സ്വർണ്ണപ്പണയം, അതിനകത്ത് പണയം വെച്ചിട്ടുള്ള സ്വർണ്ണപ്പണ്ടങ്ങൾ അതിനകത്തില്ല എന്നുള്ളതാണ് വസ്തുത. അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ച സമയത്ത് 38ഓളം സ്വർണ്ണപ്പണ്ടങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി വേറൊരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചിട്ടുള്ളതായിട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ബോർഡ് അറിയാതെയാണ് ജീവനക്കാർ ചെയ്തിട്ടുള്ളതെന്ന് പ്രസിഡന്റും, എന്നാൽ ബോർഡിൽ ചർച്ച ചെയ്തതാണെന്ന് ബോർഡ് മെമ്പറും അവകാശപ്പെടുകയാണ്. രേഖയിൽ വ്യക്തമാണത്. പ്രസിഡന്റും ബോർഡും അറിഞ്ഞുകൊണ്ട് സംഘത്തിന് ഫണ്ട് സ്വരൂപിക്കാനാണ് ഈ തിരിമറി നടത്തിയതെന്ന് ഇത് ചെയ്ത ചിഞ്ചുവും ദിനുകുമാറും റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ, അതും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് നിഷ്പക്ഷനായ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു വ്യക്തമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന്റെ കല്ലും നെല്ലും തിരിയൂ. ഞങ്ങളെ രക്ഷിക്കുന്നതിന്, ഞങ്ങളുടെ ഈ റിക്വസ്റ്റ് പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്, അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന്
മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു, DGP മുതൽ പോലീസ് സ്റ്റേഷൻ വരെ പരാതി കൊടുത്തിട്ടുണ്ട്. സഹകരണ വകുപ്പിൽ ഇനി കയറി ഇറങ്ങാൻ ഒരു ഓഫീസില്ല. എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു പരാതിയിന്മേലും ഇന്ന് വരെ അനുകൂലമായ ഒരു സമീപനം നമ്മൾ കാണുന്നില്ല. നെടുമങ്ങാട് മുണ്ടയിൽ കോൺഗ്രസ് ഭരിക്കുന്ന യുഡിഎഫിന്റെ ആൾക്കാരാണ് ഇപ്പം ഒരു കോക്കസ് ഉണ്ടാക്കി ഈ സംഘത്തെ നശിപ്പിക്കുന്നതിനാണെന്ന് തോന്നുന്നു. അതിന്റെ വിശദ വിവരം സാറ് സൂചിപ്പിക്കും. ഇത് 20 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2004 നിലവിൽ വന്ന ഒരു മുസ്ലിനീസ് വിഭാഗത്തിൽ വരുന്ന ഒരു സഹകരണ സംഘമാണ്. ഈ സംഘം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഇന്നത്തെ പ്രതിപക്ഷം ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ് ഭരണസമിതിയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ നേരത്തെ നമ്മുടെ ഈ നിക്ഷേപ കൂട്ടായ്മയുടെ ചെയർമാൻ അദ്ദേഹം പറഞ്ഞത് പ്രകാരം നിക്ഷേപകരെ പലിശയും മുതലും ആവശ്യത്തിന് കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് നിക്ഷേപകർ കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിൻ്റെ നിലവിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഈ മോഹൻകുമാറിനെ സമീപിക്കുകയും ചെയ്തത്. അദ്ദേഹം എല്ലാ നിക്ഷേപകരെയും സമീപിച്ച് ഈ പൈസ തിരിച്ചു തരുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പൈസ തിരിച്ചു തരാമെന്നും എല്ലാവർക്കും ഉറപ്പ് കൊടുത്തു. അത് വിശ്വസിച്ച് എല്ലാ നിക്ഷേപകരും പോയി. പക്ഷേ അതിനുശേഷം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് കിട്ടിയ ഏക എവിഡൻസ് എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് സഹകരണ വകുപ്പ് 65ാം റൂൾ പ്രകാരം നടത്തിയ എൻക്വയറി റിപ്പോർട്ട്, അതാണ് നമ്മുടെ ഈ മേശപ്പുറത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെറിയ നോട്ടായിട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്തത്. അപ്പോൾ അതില് ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്, ശ്രീ മോഹൻകുമാർ അദ്ദേഹം ഈ ബാങ്കിൽ നിന്നുള്ള പണം അപഹരിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും പേരിൽ വസ്തു സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത്. അദ്ദേഹത്തിന് നിരവധി വസ്തുവകൾ ഉണ്ടായിട്ടുള്ളതാണ് നമുക്ക് പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ ആൾക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്കിട്ട് ഉറപ്പെന്ന് വെച്ചാൽ അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ള ബിനാമികളിൽ നിന്നും അവരുടെ സ്വത്തുവകകളൊക്കെ പിന്നെ വിറ്റ് നമുക്ക് പൈസ തിരിച്ചു തരാം എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അവരൊന്ന് യഥാസമയം ഇദ്ദേഹത്തിനെ സഹായിക്കുകയും ഇദ്ദേഹത്തിനെതിരെ കൈമലർത്തുകയും ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ആത്മഹത്യയിലേക്ക് എത്തിയത്. അതെന്താണെന്ന് പോലീസ് തെളിയിക്കട്ടെ, അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. പിന്നെ ഇപ്പോഴത്തെ വിഷയം, ഈ നമ്മൾ നിക്ഷേപകർ ഏകദേശം 10-24 കോടിയോളം രൂപ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട്. 10,000 മുതൽ അതിൽ ലക്ഷങ്ങൾ വരെ നിക്ഷേപകരായിട്ടുണ്ട്. പലരും തന്നെ സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പച്ചക്കറി കച്ചവടം ചെയ്യുന്നവര്, കരിക്ക് കച്ചവടം ചെയ്യുന്നവര്, ഇതിന്റെ ഈ വസ്തു വിറ്റ് ബാക്കി പൈസ, കുറച്ച് പൈസ മിച്ചമെടുത്ത് ഇവിടെ നിക്ഷേപിച്ച് ആ പൈസ എടുത്ത് മരുന്ന് വാങ്ങുന്നവര്, ഡയാലിസിസ് പേഷ്യന്റുകള്, കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ സാധ്യതയുള്ള അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവര്, അങ്ങനെ ധാരാളം ആൾക്കാർ ഇത് മാത്രം ഏകാശ്രമമായി മുന്നോട്ട് ജീവിതം എല്ലാം വഴിയാതരമായി അവരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്. ഇവരെ വീണ്ടും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടിയാണ് അവിടെ മുൻ ഭരണസമിതി, പിരിച്ചുവിടപ്പെട്ട ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ്, നിലവിൽ വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഭരണസമിതിയില്ല, അദ്ദേഹം മുൻ ഭരണസമിതി അംഗത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ ഈ സൊസൈറ്റിയുടെ അഴിമതികൾക്ക് കൂട്ടുനിന്ന ഒരു സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നെടുമങ്ങാട് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഇൻസ്പെക്ടർ പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവും ഈ വൈസ് പ്രസിഡന്റും കൂടെ ഈ നിക്ഷേപകരെല്ലാം സമീപിച്ച് പൈസ കിട്ടുകയില്ല, അദ്ദേഹത്തിന്റെ ഈ പ്രസിഡന്റ് മരണത്തോടും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി ആൾക്കാരെ നാളെ മരിക്കാനിരിക്കുന്നവനെ ഇന്നെ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു കാര്യം, ഏകദേശം ഈ നിക്ഷേപകരെല്ലാം കൂടെ 100ഓളം പരാതികൾ അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അരുവിക്കര പോലീസ് ഏകദേശം 31ഓളം പരാതികളിൽ കേസെടുത്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു പ്രതികളെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അവരെ മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥകളെന്ന് അറിയാൻ പറ്റൂ. അതിന് പോലീസ് തയ്യാറായിട്ടില്ല. മറ്റൊരു കാര്യം, അവിടുത്തെ സംഘത്തിലെ ഒരു ജീവനക്കാരനും അദ്ദേഹം പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആ ലൊക്കാലിറ്റിയിലുള്ള ഒരു നേതാവാണ്. അയാൾ തന്നെ സംഘത്തിന്റെ ഡോക്യുമെന്റ്സുകൾ കടത്തിക്കൊണ്ടു പോകുന്നതായിട്ടും അവിടുത്തെ ഇപ്പൊ നിലവിലുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി എന്നേക്കുമായി ആ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് പ്രാദേശികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിപ്പോൾ ഈ പത്രപ്രവർത്തകരെ കാണുന്നത്, ഇതിന്റെ സത്യാവസ്ഥ, ഈ വസ്തുനിഷ്ഠമായി നിങ്ങൾ പരിശോധിച്ച് ഇതിന്റെ സത്യാവസ്ഥ പൊതുജനങ്ങളെ മാധ്യമങ്ങളിലൂടെ അറിയിക്കാമെന്ന് നമ്മുടെ അപേക്ഷിക്കുകയാണ്.
അതോടൊപ്പം നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ പോലീസ് മുതൽ 20ഓളം അധികാരികൾക്ക് കൊടുത്തിട്ടുള്ള പരാതികളിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. അത് നമുക്ക് ഉപകാരപ്രദമായ ഒരു അന്വേഷണം ഇതിൽ ഉണ്ടായിട്ടില്ല എന്നും കൂടെ ബഹുമാന്യരായ പത്രങ്ങൾ നമ്മുടെ മാധ്യമങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രധാന ആവശ്യം അടിയന്തരമായിട്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി നമ്മുടെ ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാരും സഹകരണ വകുപ്പും മറ്റുള്ള ഉദ്യോഗസ്ഥരും തയ്യാറാവണമെന്ന് കൂടിയാണ് നമ്മുടെ ഒരു അപേക്ഷ. അല്ല, അങ്ങനെയുള്ള പ്രാദേശിക നേതാക്കളുടെ പേരുകളൊന്നും തന്നെ നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ അത്തരമുള്ള ഒരു നേതാക്കൾ നമ്മളാരും രാഷ്ട്രീയക്കാരല്ല. നമ്മൾ ഹതഭാഗ്യരായ നിക്ഷേപരാണ്. പേരുകളെ പറ്റി ഞങ്ങളിവിടെ പ്രതിപാദിക്കുന്നില്ല. ഉദ്ദേശിക്കുന്നത് ഏത് ബാങ്കിന്റെ മെമ്പർഷിപ്പാണോ? നിക്ഷേപകർ ഇപ്പോൾ ഏകദേശം 300ഓളം ആൾക്കാർ നിക്ഷേപകർക്ക് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഏകദേശം 200 കൂടുതൽ ആൾക്കാർ ഈ കൂട്ടായ്മയിലുണ്ട്. ബാക്കി പലരെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ 300ഓളം പേർക്ക് 24 കോടിയോളം രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്. അതിനൊന്നും തന്നെ ഈ പൈസ തിരിച്ചു പിടിക്കുന്ന ഈ പൈസയെല്ലാം തന്നെ അവിടെ 4 ജീവനക്കാർ, സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് 4 ജീവനക്കാർ, അവരെ 4 ജീവനക്കാരും പേരുകൾ ഈ സഹകരണ വകുപ്പിന് ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. അവരെ കൈകളിലാണ് പൈസ. അവര് പൈസ അടച്ചാൽ തന്നെ ഇന്ന് സഹകരണ വകുപ്പിന് പരാതി കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അത് സഹകരണ വകുപ്പിലെ ഏറിലും ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പൊ പരാതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പരാതിയിന്മേലുള്ള എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ ഈ പൈസ കൊള്ളയടിച്ച പ്രസിഡന്റും സെക്രട്ടറിയും വാങ്ങുന്ന 4 ജീവനക്കാരിൽ നിന്നും അവര് മാത്രം തിരിച്ചടച്ചാൽ കഴിയും എന്നുള്ളതാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മഹത്യ ചെയ്ത മോഹൻകുമാർ, അദ്ദേഹം നിലവിലില്ല. സെക്രട്ടറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ അനുജന്റെ ഭാര്യയെ രാഗി BS, അതാണ് സെക്രട്ടറി. മറ്റ് 4 ജീവനക്കാർ ഈ പൈസ കൊള്ളയടിച്ചു വന്ന് സഹകരണ വകുപ്പ് നടത്തിയ 65 നിയമപ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 4 പേര്, ഒന്ന് ചിഞ്ചു, മറ്റൊന്ന് ദിനു ചന്ദ്രൻ, വേറൊരു സുനിൽകുമാർ, മറ്റൊരാള് ഒരു ബിജു. ഈ 4 പേരാണ്. ഇവർ 4 പേരും പോലീസിന്റെ കേസുകൾ പ്രതിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ 4 പേരും ഇപ്പോൾ ഒളിവിലാണ്. വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ നന്ദി, നമസ്കാരം.